ഡിവൈഎഫ്ഐ പ്രവർത്തകർ കായംകുളം നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. യുഡിഎഫ് കൗൺസിലർ നവാസ് മുണ്ടകത്തിൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. കായംകുളം നഗരസഭ 43-ാം വാർഡിലെ നഗര ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തിന് മുമ്പ് അതിക്രമിച്ചു കയറി മതപരമായ ചടങ്ങ് നടത്തി മതവിദ്വേഷമുണ്ടാക്കാനും മതസൗഹാർദ്ദം തകർക്കാനും ശ്രമിച്ച യുഡിഎഫ് കൗൺസിലർ നവാസ് മുണ്ടകത്തിൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കായംകുളം നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത്. കായംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. നഗരസഭയ്ക്ക് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്ന് നടത്തിയ യോഗം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ജെയിംസ് ഷാമുവേൽ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഗവൺമെന്റ് പണം മുടക്കി നിർമ്മിച്ച ഹെൽത്ത് സെന്ററിന്റെ ഉദ്ഘാടനത്തിൽ ആ ഉദ്ഘാടനം നടക്കുന്നതിന് മുമ്പ് ആ സ്ഥാപനത്തിൽ അനധികൃതമായി കടന്നുപറ്റി തന്റെ മതത്തിന്റെ ആചാരങ്ങൾ നടപ്പിലാക്കാനുള്ള ശ്രമം നവാസ് എന്ന് പറയുന്ന കൗൺസിലർ നടത്തിയിട്ടുള്ളത്. എല്ലാ ആരാധനകളെയും ആചാരങ്ങളെയും ബഹുമാനിക്കുന്നവരാണ് ഡിവൈഎഫ്ഐ. പക്ഷെ ഒരു സർക്കാർ ചടങ്ങിൽ ഒരു മതത്തിന്റെ മാത്രം ആചാരം നടത്തിയതുകൊണ്ട്, പ്രാർത്ഥന നടത്തിയതുകൊണ്ട് തന്നെ കേരളത്തിൽ വർഗീയ കലാപത്തിന് കോപ്പ് കൂട്ടിയിരിക്കുന്ന RSSന് തിരികൊളുത്തി കൊടുക്കുന്ന മാനസികാവസ്ഥയിലാണ് നവാസ് എന്ന് പറയുന്ന കൗൺസിലർ എത്തിച്ചേർന്നിട്ടുള്ളത്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് മുഹമ്മദ് ജുറൈജ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി CA അഖിൽകുമാർ, സന്ദീപ് ചന്ദ്രൻ, ഷിബുദാസ്, S അനുജ, S അഖിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.